17 ഏപ്രിൽ 8-നാണ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വീട്ടിന് തൊട്ടടുത്തുള്ള ബെയിൻസ് കോമ്പൗണ്ടിൽ 117-ാം നമ്പർ വീട്ടിൽ വെച്ച് കേഡർ ജെൻസൺ എന്നയാൾ സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ബന്ധുവിനെയും മഴ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയത് കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷിയെ ആകെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു. വെറും ഒരു കൊലപാതകം എന്നുള്ളതിൽ കവിഞ്ഞ് സാത്താൻ സേവയുടെയും കേരളത്തിലെ ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ ആരാധനാ രൂപങ്ങളായിട്ട് പൊട്ടിമുളച്ച സാത്താനിക് ആരാധനകളുടെയും ബ്ലാക്ക് പവേഴ്സിൻ്റെയൊക്കെ ഒരു പ്രസക്തിയാണ് നമ്മൾ ഈ മരണത്തിൽ, ഈ കൊലപാതകത്തിലൂടെ നമ്മൾ കണ്ടത്. കേരളത്തിലെ പൊതുസമൂഹത്തിൽ വളർന്നു വരുന്ന സാത്താനിക് ആരാധനകളുടെയും ബ്ലാക്ക് മാസുകളുടെയും ഒക്കെ ഒരു പ്രഭാവമുള്ള ഒരു മരണം എന്ന രീതിക്കാണ് ഈ നന്ദൻകോട് കൂട്ടക്കൊല നമ്മളുടെ ശ്രദ്ധ വരുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഒരു 10ഓളം സിനിമകളിൽ കേരളത്തിൽ റിലീസ് ചെയ്ത 10ഓളം സിനിമകളിൽ പ്രമേയം ഇതായിരുന്നു. അതായത് നമ്മളെ സാത്വിക ആരാധനകൾ മാറ്റിയിട്ട് അതിനെ സാത്താൻ്റെ സ്വഭാവമുള്ള ആരാധനകളിലോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ പെട്ടെന്ന് കിട്ടുന്ന അനുഭവങ്ങളിലൂടെയും ലാഭങ്ങളിലൂടെയും നേട്ടങ്ങളിലൂടെയും സാത്താനിക് ആരാധന പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഒരു സമൂഹം വളരെ ശക്തിയോടെ ഉള്ളറയിൽ പ്രവർത്തിക്കുന്നു. പലപ്പോഴും പുറത്തു വരുന്നില്ലെങ്കിലും അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ശക്തി സമൂഹത്തിനകത്ത് സ്വാധീനം ചെലുത്താൻ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ സാധിച്ചിട്ടുണ്ട്. കാര്യം, ഇത്തരം കാര്യങ്ങളിൽ അപൂർവം എന്ന് പറയുമ്പോഴത്തേക്ക് ജന്മം തന്ന അമ്മയും അച്ഛനെയും കൂടപ്പിറപ്പായ സഹോദരിയെയും ഒരു തെറ്റും ചെയ്യാത്ത ഇവരുമായിട്ട് യാതൊരു കുടുംബകാര്യങ്ങളിൽ ഇടപെടാത്ത വേറൊരു സ്ത്രീയെയും മൃഗീയമായി മഴ ഉപയോഗിച്ച് കൊല്ലുകയും കഴുത്ത് മുറിച്ച് കൊല്ലുകയും ശവശരീരങ്ങൾ കൂട്ടിയിട്ട് തീയിടാൻ ചെയ്യുകയും ചെയ്യുന്ന വളരെ ഹീനമായ വെറും ഒരു കൊലപാതകമല്ല, വളരെ ഹീനമായ കൊലപാതകമാണ് ഈ കൊലപാതകം. നന്ദൻകോട് കൂട്ടക്കൊല കേസിലെ പ്രതി ജിൻസൺ രാജയെ ജീവപര്യന്തം തടവിനും 15 ലക്ഷം രൂപ പിഴയും തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് ജഡ്ജി വിധിച്ചു. ഈ പിഴത്തുക ജിൻസൺ രാജിൻ്റെ അമ്മയുടെ സഹോദരന് കൊടുക്കാനാണ് കോടതി ഉത്തരവ്.